ഇന്ന് ഈവനിങ്ങിന് എന്ത് സ്നാക്ക് ഉണ്ടാക്കുന്നത് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ സോയ ചങ്ക്സും കോൺഫ്ലെക്സും ഒക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്കാന്ന് വെച്ചാൽ ഈ ചായയുടെ നേരമാകുമ്പോൾ എന്തെങ്കിലും കറുമുറ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം, അല്ലെങ്കിൽ വെറുതെ ചവച്ചരച്ചിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സോയ ചങ്ക്സ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ, അതിന് ശേഷം നമ്മുടെ കോൺഫ്ലെക്സ് ഉണ്ടല്ലോ അതെടുത്ത് നന്നായി കൈകൊണ്ട് ഇങ്ങനെ പൊടിക്കുക, നന്നായി പൊടിച്ച് പൊടി രൂപത്തിൽ നന്നായി ആക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ 2 പീസ് വായിലേക്ക് പോയി എൻ്റെ. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ, നിങ്ങളെങ്ങനെയാണോ? ഞാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മുട്ട ഉണ്ടല്ലോ, മുട്ട നന്നായി ഉപ്പൊക്കെ ഇട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക. അതിന് ശേഷം പൊടികളായ നമ്മുടെ മുളക് പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, പിന്നെ ഇവിടെ മീറ്റ് മസാല ഉണ്ടായിരുന്നു. അപ്പോൾ മീറ്റ് മസാല എടുത്തു, കുറച്ച് കോൺഫ്ലവർ ഉണ്ടായിരുന്നു, അതൊക്കെ കൂടി ഉപ്പും കുറച്ചിട്ടിട്ട് അതൊക്കെ സോയാബീൻ അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു പാനിൽ ഓയിൽ എടുക്കുക, എന്നിട്ട് മുട്ടയിൽ മുക്കിയിട്ട് കോൺഫ്ലെക്സ്, പിന്നെ നമ്മുടെ കോൺഫ്ലെക്സ് പൊടിയാക്കി വെച്ചിട്ടില്ലേ അതിലും ഒന്ന് മുക്കിയിട്ട് ഓയിലിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇത് എൻ്റേതായ ഒരു ഡിഷാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ടാറ്റ ബൈ ബൈ.